എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ഒരു വിരൽ പഴുക്കുകയാ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ഒരു വിരൽ പഴുത്തു. വലിയ പണ്ഡിതനാ, വലിയ മഹാനാ. അവിടുത്തെ കാലിന്റെ വിരൽ പഴുത്തപ്പോ വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇത് മുറിച്ചു മാറ്റണം ഈ വിരല്, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, ബുദ്ധിമുട്ടാ പിന്നീട്. മഹാനവറുകൾ സമ്മതിച്ചില്ല, മുറിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ കാലിന്റെ വിരലിൽ നിന്ന് പഴുപ്പ് മുകളിലോട്ട് ഇങ്ങനെ കേറി 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 കാൽപ്പത്തി മുഴുവനും പഴുപ്പായി. കാൽപ്പത്തി മുഴുവനും പഴുപ്പായി. വേദന സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് വിരല് മുറിച്ചു മാറ്റാൻ, അത് മുറിച്ചു മാറ്റാത്തത് കൊണ്ടാണ് കാൽപ്പത്തി മുഴുവനും പഴുപ്പ് വന്നത്. അതുകൊണ്ട് ഇനി കാൽപ്പത്തി മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അനുവാദം കൊടുത്തില്ല, ഒന്നും സമ്മതിച്ചില്ല. പക്ഷേ പഴുപ്പ് മുകളിലേക്ക് കയറി. തന്റെ കാലിന്റെ മുകളിലേക്ക് പഴുപ്പ് കയറി. വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നില് വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, ഇപ്പം മുട്ടിന്റെ താഴെ വരെയായി പഴുപ്പ്, ഇപ്പം മുറിച്ചാൽ മുട്ടിന്റെ ഭാഗം വെച്ച് മുറിച്ചാൽ മതി, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറിയാൽ അരയുടെ ഭാഗം വെച്ച് മുറിച്ചു മാറ്റണം. അവസാനം ഒരു വഴിയുമില്ലാതെ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ കാല് മുറിക്കാൻ അനുവാദം കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കാല് മുറിച്ചു മാറ്റാൻ അനുവാദം കൊടുത്തു. അങ്ങനെ വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് അവര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. എന്നിട്ട് കുറച്ച് കള്ളു കൊണ്ടുവന്നിട്ട് ഉർവതങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് കള്ളെടുത്തു കൊടുത്തു. മഹാനവറുകൾ ചോദിക്കുന്നു, എന്താണിത്? കള്ളാണ് തങ്ങള്, ഇത് കുടിക്കണം. മഹാനവറുകൾ ചോദിച്ചു, എന്തിനാ കുടിക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, തങ്ങള് കാല് മുറിച്ചു മാറ്റുമ്പോ വേദന അറിയാതിരിക്കാനാ. പടച്ചവനെ, വേദന അറിയാതിരിക്കാനാണ്. ഈ കള്ളു കുടിച്ചാൽ വേദന അല്പം അറിയാതിരിക്കുമല്ലോ, അങ്ങയുടെ ബോധം നഷ്ടപ്പെട്ടു പോകുമല്ലോ, അതുകൊണ്ട് ഈ കള്ളു കുടിക്കണം, അല്ലാതെ ഒരു വഴിയില്ലെന്ന് ഉർവത്ത് ബിൻ സുബൈർ തങ്ങളോട് പറയുമ്പോ 20, 30, 40, 50 വർഷക്കാലമായി പള്ളിക്കകത്ത് പോയി നിസ്കരിച്ചിട്ട് ആ സുജൂദിൽ കിടന്ന് നിസ്കാര തടമ്പ് നെറ്റിയിൽ വന്ന വാപ്പാ, പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദേ, നമസ്കാരത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന പ്രഭാഷക, ഞാനും നിങ്ങളും ഇങ്ങനെ നെളിഞ്ഞു നടക്കുകയാണ്, സ്വർഗമങ്ങ് ഓസിന് കിട്ടുമെന്ന്. ഒരുപാട് നമസ്കരിക്കുന്നവനാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ടെന്ന് നെളിഞ്ഞു പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, ഇതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരു വഖത്ത് നമസ്കാരമുണ്ടോ? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കള്ളു കുടിക്കൂല, എന്ത് ചെയ്താലും ഞാൻ കള്ളു കുടിക്കൂല. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റിയാ മതിയല്ലോ, അതിന് ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാ, അതിന് ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. അങ്ങനെ ഉർവതങ്ങൾ പറയുകയാണ്, പടച്ചവനെ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പോയി ഒളിവെടുക്കുകയാ. അവിടെന്ന് പോയി ഒളിവെടുത്തു. എന്നിട്ട് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അവിടെന്ന് അവിടെന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ കരാറ് ചെയ്യുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് പടച്ചറപ്പിനോട് കരാറ് ചെയ്യുകയാണ്. അവിടെന്ന് റബ്ബിനോടൊരു വാഗ്ദാനം ചെയ്യുകയാണ്. എന്നിട്ട് അവിടെന്ന് ഫാത്തിഹ ഓതി, അവിടെന്ന് നമസ്കാരം തുടങ്ങി. വൈദ്യന്മാര് നോക്കുമ്പോ ഫാത്തിഹ ഓതിയിട്ട് അവിടെന്ന് സൂറത്ത് ഓതാ തുടങ്ങുകയാണ്. ചരിത്രം പറയുന്ന ഓതിയ സൂറത്ത് ഏതെന്നറിയുമോ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ
നിസ്ഫഹു അമിൻ ഖുസ്മിനുഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഉർവദങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിലുണ്ടല്ലോ, അത് വല്ലാത്ത ഒരു സൂറത്താണല്ലോ, അത് വല്ലാത്ത ഒരു സൂറത്താണല്ലോ. പടച്ചവനെ ഇന്നലദൈനാ അൻകാലം വജഹീമാ. അർത്ഥമറിയുമോ ചെറുപ്പക്കാരാ? ഖതീബ് പടച്ചവനെ സൂറത്തുൽ മുസമ്മിൽ ഓതുമ്പോ പുറകിൽ നിന്നുകൊണ്ട് കളിക്കുന്നവനെ, ആയത്തിന്റെ അർത്ഥമെങ്ങാണം നിനക്കറിയുമോടാ പൊന്നുമോനെ? അത് സാധാരണ ഒരായത്തല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സീരിയലിന്റെ ഇടയിൽ പരസ്യം വരുമ്പോ ഓടിച്ചെന്നിട്ട് നീ 4 റക്അത്ത് കുത്തിമറിയുമല്ലോ, നിനക്കെങ്ങാണം അതിന്റെ മഹത്വമറിയുമോ? മഹ്ദി നഫീസത്തുൽ മിസ്രിയ, നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നല്ലോ നഫീസത്തുൽ മിസ്രിയ. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ സീരിയൽ കണ്ടിട്ട്, സീരിയലിന്റെ പെണ്ണിന്റെ അഭിനയം കണ്ടിട്ട് അവള് കരയുമ്പോ കൂടെ കരയുന്ന ഉമ്മ, നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള നിന്നെക്കാളും സൗന്ദര്യവതിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ സ്വന്തം കൈകൊണ്ട് ഖബർ കുടിച്ചിട്ട് ആ ഖബറിന്റെ അകത്തിരുന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയ ആയത്താ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ സ്വന്തം കൈകൊണ്ട് ഒരു ഖബർ കുടിച്ചു. ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന 4000 ഖത്മോദി, ഒന്നും രണ്ടുമല്ല 4000 ഖത്മോദി. ആ ഖത്മോദിയ നഫീസ തന്റെ ജീവിതത്തിൽ ഖബറിന്റെ അകത്തിരുന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയ ആയത്താ ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഇത് ഓതിക്കഴിഞ്ഞാൽ നഫീസയുടെ ബോധം പോവുകയാണ്. അവിടുന്ന് ബോധം കെട്ട് താഴെ വീഴുകയാണ്. അവിടുന്ന് ചരിത്രം പറയുമ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ ഇങ്ങനെ ഓതുകയാണ്, അല്ലാഹുവേ വൈദ്യന്മാർക്ക് മനസ്സിലായി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന്. അവര് ചെയ്തതെന്തെന്നറിയുമോ? നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലുണ്ടല്ലോ, മയക്കാൻ മരുന്ന് കൊടുത്തില്ല, ഒരു ഇഞ്ചക്ഷനും വെച്ചില്ല, ഒന്നും മരവിപ്പിച്ചത് പോലുമില്ല, ഒരു ടാബ്ലറ്റും കൊടുത്തില്ല. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലങ്ങ് വെട്ടിമുറിച്ചു വാപ്പാ. നമസ്കരിച്ചു കൊണ്ടിരുന്ന സുബൈർ തങ്ങളുടെ കാലുണ്ടല്ലോ, ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ ഒരു കാലങ്ങ് വെട്ടിമുറിച്ചു. സുബ്ഹാനല്ലാഹ്, അറിഞ്ഞില്ല വാപ്പാ. അവിടത്തെ ഒരു കാല് വെട്ടി മുറിച്ചപ്പോ അവിടെ അറിഞ്ഞില്ല ഉപ്പാ. ഉർവതങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. പടച്ചറപ്പേ, അതിനല്ലേ നമസ്കാരമെന്ന് പറയുന്നത്. ഞാനും നിങ്ങളും നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ മോനെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുവ് മൂളിക്കൊണ്ട് പറന്നു പോയാൽ ഞാനും നിങ്ങളും അറിയുമല്ലോ, ഒരു റുമ്പ് കടിച്ചാൽ അറിയുമല്ലോ. പടച്ചവനെ, ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലങ്ങ് വെട്ടിമുറിക്കുകയാണ്. മഹാനവറുകൾ അറിയുന്നില്ല. പടച്ചവനെ, ഒറ്റക്കാലിൽ നിന്ന് നമസ്കരിക്കുകയാ. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊലിക്കുന്നത് പോലെ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. വൈദ്യന്മാര് ചെയ്തതെന്തെന്നറിയുമോ? സൈതണ്ണ തിളപ്പിക്കുകയാ. രക്തം നിൽക്കുന്നതിന് വേണ്ടി, മുറിവൊന്ന് ചെറുതായും ഉണങ്ങുന്നതിന് വേണ്ടി അവര് ചെയ്തതെന്തെന്നറിയുമോ? സൈതണ്ണ തിളപ്പിക്കുകയാണ്, സൈതണ്ണ തിളപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അടുക്കളയിൽ പടച്ചവനെ കടുക് വറക്കുന്നതിന് വേണ്ടി, മീൻ പൊരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ നീയും ഞാൻ നിങ്ങളൊക്കെ എണ്ണ തിളപ്പിക്കുമല്ലോ.
ആ എണ്ണ തിളപ്പിക്കുന്ന സമയത്ത് കടുകോ കരിവേപ്പിലയോ അതിന്റെ അകത്തേക്കൊന്നിടുമ്പോൾ അത് പൊട്ടിത്തുറച്ച് ഒരു തുള്ളിയെങ്ങാട് ശരീരത്ത് വീടാ വേദന സഹിക്കാൻ കഴിയാത്ത പെങ്ങള് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലിലേക്ക് ആ മുറിച്ച് രക്തമൊഴുകുന്ന കാലിലേക്ക് തിളപ്പിച്ച എണ്ണയങ്ങ് മുക്കുകയാ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ അറിഞ്ഞില്ല. തിളച്ച എണ്ണയുണ്ടല്ലോ, കാലിലേക്ക് എണ്ണ മുക്കുമ്പോഴും മഹാനവറുകൾ അറിയുന്നില്ല. കാരണം അല്ലാഹുവിന്റെ മുന്നിലാ, പടച്ച റബ്ബിന്റെ മുന്നിലല്ലേ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുകയല്ലേ. മുത്തി നബിയല്ലേ പറഞ്ഞത്, എടാ നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ടടാ. ഒരു മറയുമില്ലാതെ പടച്ച റബ്ബ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതിനാണ് നമസ്കാരം ഒരു മുനാജാത്താണെന്ന് മുത്തുനബി പറഞ്ഞത് വെറുതെയല്ല. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയാണ്. റബ്ബേ, മഹാനവറുകൾ അറിയുന്നില്ല. തന്റെ കാലിലെ രക്തം മുഴുവനും ഒഴുകിയങ്ങ് പോകുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവതങ്ങള് ബോധം കെട്ടു വീഴുകയാ. അവിടന്ന് തളർന്നങ്ങ് താഴെ വീഴുകയാണ്. അവിടന്ന് തളർന്നങ്ങ് താഴെ വീഴുകയാണ്. പടച്ചവനെ, അവസാനം ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് മുഴുവനും ബോധം തിരിച്ചു വരുന്നത് വരെ കാത്തു നിൽക്കുകയാണ്. അവര് വല്ലാത്ത വിഷമത്തിലാണ്. കാല് മുറിച്ചെന്നാരാ പറയുന്നത്? മഹാനവറുകൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചെന്നാരാ പറയുന്നത്? മഹാനവറുകൾക്ക് വല്ലാത്ത പ്രയാസമാകുമല്ലോ എന്ന് കരുതിയിട്ട് വൈദ്യന്മാര് മുഴുവനും ഇങ്ങനെ മാറി നിൽക്കുമ്പോ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളെ തെരഞ്ഞുകൊണ്ട് കുടുംബക്കാര് വരികയാണ്. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളെ തെരഞ്ഞുകൊണ്ട് കുടുംബക്കാര് വരികയാണ്. വൈദ്യന്മാര് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് തെരയുന്നത്? ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. മരണവാർത്ത പറയാമെന്നതാ. അല്ലാഹുവേ, അവസാനം ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾക്ക് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അവിടത്തെ കാല് മുറിച്ചു മാറ്റി. തങ്ങള് തന്റെ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ ഉർവതങ്ങള് പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. വൈദ്യന്മാരുടെ കണ്ണ് തള്ളി പോവുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. കുടുംബക്കാരൻ എന്നിട്ട് പറയുകയാണ്, തങ്ങളെ ഏറ്റവും ചെറിയ മകന് മരിച്ചുപോയി. അങ്ങയുടെ അവസാനത്തെ മകനുണ്ടല്ലോ, അവിടെ നിന്ന് ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. അപ്പോഴും പറഞ്ഞു, ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. പടച്ചവനെ, എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. അവിടെ നിന്ന് ചോദിച്ചു, കാല് മുറിച്ചെന്ന് പറഞ്ഞപ്പോ എന്തിനാ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? അത് വളരെ പ്രയാസമുള്ള കാര്യമാണല്ലോ, അത് വല്ലാത്ത ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണല്ലോ. എന്തിനാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്? ആ സമയത്ത് ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോ പരാതി പറയുന്ന മനുഷ്യ, ഒരു കാല് മുറിച്ചു മാറ്റിയപ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ മുറിച്ചെടുത്തുള്ളൂ, ഒരെണ്ണമല്ലേ മുറിച്ചെടുത്തുള്ളൂ, ഒരെണ്ണം അല്ലാഹു എനിക്ക് ബാക്കി വെച്ചല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്
എന്തിനാ തങ്ങള് പൊന്നുമകൻ മരിച്ചുപോയെന്ന് പറയുമ്പോ അൽഹംദുലില്ലാ പറയുന്നത്? അല്ലാഹു ഒരെണ്ണത്തിനെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ എനിക്ക് റബ്ബായിസോടുകൂടി തന്നല്ലോ. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ. പടച്ചവരെ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉറുവതങ്ങളിരുന്ന് കരയുകയാ, ഉറുവതങ്ങളിരുന്ന് കരയുകയാണ്. തന്റെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? പടച്ചറപ്പേ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഒരു കാലല്ലേ ഉള്ളൂ, ഒരു കാലല്ലേ ഉള്ളൂ. ഇനി ഒരുപാട് നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, ഇനി ഒരുപാട് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അതോർത്തിട്ട് കരഞ്ഞതാണെന്ന് ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, രണ്ട് കാൽ അല്ലാഹു നൽകിയിട്ട്, ആരോഗ്യം നിനക്ക് അല്ലാഹു നൽകിയിട്ട്, പടച്ചറപ്പിന്റെ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഹയ്യ അലസ്സലാ, വിജയത്തിലേക്ക് വാടാ എന്ന് പടച്ചറപ്പിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ, ആ പള്ളിയിലേക്ക് പ്രായമുള്ള രോഗം പിടിച്ച പ്രായമുള്ള പിതാക്കന്മാര് പോലും ആ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്നത് കണ്ടിട്ട് പോലും കേറാത്ത മനുഷ്യ, കേറാത്ത ചെറുപ്പക്കാരാ, എന്തേടാ നീ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്തത്? എന്തേ നീ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്തത്? ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാല് വെട്ടി മുറിച്ചു, അറിഞ്ഞില്ല. പടച്ചവന് രക്തം നിൽക്കാതെ വന്നപ്പോ സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് ആ എണ്ണ ആ കാലിലേക്ക് മുക്കി, അപ്പോഴും അറിഞ്ഞില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിനാ നിസ്കാരം എന്ന് പറയണേ. ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ, നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയില്ല, ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ചെവിയുടെ ഭാഗത്തൂടെ ഒരു കൊതുവ് മൂളിക്കൊണ്ടുപോയ എനിക്കറിയാം, ഇതാ എന്റെ നിസ്കാരം. നിങ്ങളുടേത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ.